ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? രാവിലെ എണീറ്റിട്ടേ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു എനർജി കിട്ടും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴുമായിട്ടും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഒക്കെ ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഒരു ചെയറിൽ കുറച്ചധികം നേരം ഇരിക്കാറുണ്ട്. പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ലാത്ത എനിക്ക് ആ നേരത്ത് പല ചിന്തകളും കയറി വരാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ആരും കേൾക്കാത്ത രീതിയിൽ ഇതേപോലെ പാട്ട് പാടും. ഇന്നത്തെ എൻ്റെ ചിന്ത ഫുള്ള് ഈ ഒരു ബ്രോക്കൺ ഹാർട്ടിനെ പറ്റിയിട്ടായിരുന്നു. എന്ത് അടിപൊളി ഡിസൈനാ! അതെങ്ങനെയല്ലേ എല്ലാത്തിനും ഒരേപോലെ ഡിസൈൻ ഇടണേ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബോഗൻവില്ലൊക്കെ നന്നായി പൂവിട്ടിട്ടുണ്ട്. അത് കാണാൻ തന്നെ എന്തൊരു രസമാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് മമ്മിക്കാണ് കേട്ടോ. ഇന്നലെ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയൊരു ദിവസമായിരുന്നു. വേറെ ആരുടെ കയ്യിൽ നിന്നുമല്ല, മമ്മിയുടെ കയ്യിൽ നിന്ന് തന്നെ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ മിക്കപ്പോഴും റീൽസ് ഇടാം, അല്ല എപ്പോഴും വീഡിയോസ് ഇടുന്നത് വല്ല പാട്ടെങ്ങാനും ആയിരിക്കും. എൻ്റെ ഓൺ വോയിസിലുള്ള വീഡിയോ തീരെ കുറവായിരിക്കും. ഞാൻ വലിയ യൂട്യൂബറൊന്നുമല്ല, എന്നാലും വീഡിയോസ് ഇടുമ്പോൾ അത് ഓൺ വോയിസിലിടണമെന്ന് മമ്മിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സൗണ്ട് എനിക്ക് എന്തോ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സൗണ്ട് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെയൊക്കെയുള്ളൊരു ആലോചനകളാണ് എൻ്റെ ഉള്ളിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 2 കൊല്ലം മുന്നേ തൊട്ടങ്ങാണ്ടാണ് വാട്സാപ്പിൽ ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു തുടങ്ങിയത്. ആവോ അറിയില്ല. പിന്നെ ഞാൻ വോയിസ് മെസ്സേജ് അയച്ചാലും അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, ആ ഒരു ശീലം എനിക്കില്ല. ഇത് ചിലപ്പോൾ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം എന്നല്ല, ആണ്. പക്ഷേ അതൊക്കെ മറന്ന് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യണ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അതിനതൊക്കെ ആലോചിക്കണേ അല്ലേ? എന്നാൽ ഈ ബ്രോക്കൺ ഹാർട്ടിൻ്റെ ഒക്കെ ഒരു കാര്യം. അപ്പം ശരി, ഹാവ് എ നൈസ് ഡേ.